എല്ലാ കൂട്ടുകാർക്കും ദാസേട്ടൻ കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു മാമ്പഴക്കറിയാണ്. അപ്പോൾ വിഷു സ്പെഷ്യൽ മാമ്പഴക്കറിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ അമർത്തി ഓളെന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണേ. അതിനായിട്ട് ഞാനൊരു 4 മാങ്ങ എടുത്തിട്ടുണ്ട്. അതായത് മൂവാണ്ടൻ മാങ്ങയാണ്. അത്യാവശ്യം പഴുത്ത മാങ്ങ, ഒരുപാട് അങ്ങോട്ട് പഴുത്തു പോകാതെ ഇതുപോലെ. ഇനി നമുക്ക് അതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ഒരു മുറി നാളികേരം ചിരവിയതും ഒരു 2-3 ചെറിയുള്ളിയും ഒരു 1/4 സ്പൂണ് ചെറിയ ജീരകവും ചേർത്ത് അല്പം വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കുക. അപ്പോൾ മാമ്പഴക്കറി ഉണ്ടാക്കാത്തവരാരും ഉണ്ടാവില്ല, എല്ലാവർക്കും അറിയായിരിക്കും. ഇതുപോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് തൈരാണ്. ഞാനൊരു 150 ml തൈര് നല്ലതുപോലെ കലക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ മാങ്ങ കഷ്ണങ്ങൾ ഇതേ വലിപ്പത്തിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. മുഴുവൻ മാങ്ങയായിട്ട് ഇടാറുണ്ട്, ഓരോ സ്ഥലത്ത് ഓരോ മാതിരി. കണ്ടില്ലേ, ഇത് നമ്മൾക്ക് ഇതുപോലെ തന്നെ ഇങ്ങനെ ചപ്പി വലിച്ചാൽ കറിയിൽ നിന്ന് എടുത്ത് ആ തോലി അങ്ങോട്ട് കളയാം. അപ്പോൾ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു 2 സ്പൂണ് വെളിച്ചെണ്ണ, അതിലേക്ക് 1/4 സ്പൂണ് ഉലുവയിട്ട് പൊട്ടിച്ചു കൊടുക്കുക. ഒരു 5 പച്ചമുളക് പൊടിയായി അരിഞ്ഞിട്ട് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. കാരണം മാങ്ങ പെട്ടെന്ന് വേവും. അപ്പോൾ പച്ചമുളക് ഒന്ന് പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഒരു വിധം ഒന്ന് വഴന്നാൽ മതി. ഇനി അതിലേക്ക് ഒരു 1/4 സ്പൂണ് മുളക് പൊടി കൂടി ചേർക്കുക. എന്നിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തതിന് ശേഷം ആ കട്ട് ചെയ്ത മാങ്ങ കഷ്ണങ്ങൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊരു ട്രഡീഷണൽ റെസിപ്പി ആയതുകൊണ്ട് തന്നെ ഓരോ സ്ഥലത്ത് ഓരോ മാതിരി വയ്ക്കും. ഞാനൊരു സിമ്പിൾ ഐറ്റവും എന്നാൽ വളരെ പെട്ടെന്നുള്ള ഒരു ചെറിയ ചെറിയ ടിപ്പുകളുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് നമ്മളൊന്ന് മിക്സ് ചെയ്യുക. അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. മാങ്ങ വേവാനുള്ള വെള്ളം മാത്രം മതി. ഇനി അല്പം മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് കുറച്ച് പൊടിയുപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്കൊരു 3-4 മിനിറ്റ് ഒന്ന് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് അടച്ചു വെച്ച് അന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഒരു 4 മിനിറ്റ് കഴിഞ്ഞതാ നമ്മളെ കഷ്ണമൊക്കെ ഇതുപോലെ അങ്ങോട്ട് വെന്താൽ മതി. അപ്പോൾ നമ്മൾക്ക് ഇതേ പാകം തന്നെയാണ്. ഇനി നമ്മൾക്ക് അതിലേക്ക് അല്പം ശർക്കര ചേർത്ത് കൊടുക്കണം. അതായത് ഒരു 1/4 സ്പൂൺ ശർക്കര, ഒരല്പം കറിവേപ്പില, അതുകൂടി ചേർത്ത് നമ്മൾക്ക് ആ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ അതിലേക്ക് ഇതുപോലെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതേ കട്ടിക്ക് തന്നെ സ്പൂൺ കൊണ്ട് എടുത്ത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നതിന് ശേഷം കുറച്ച് വെള്ളം മാത്രം മിക്സിയുടെ ജാറ് കഴുകി ഒഴിച്ച് കൊടുക്കുക. കാരണം ഒരുപാട് അങ്ങോട്ട് ലൂസായി പോകാതിരിക്കാനാണ്. ഇനി നമുക്ക് അതിലേക്ക് തൈരും കൂടി ചേർത്ത് വരുമ്പോൾ കറക്റ്റായി വരും. ഇതൊന്ന് മിക്സ് ചെയ്യുക. ഈ സമയം നമ്മൾ തീ ഒന്നുകൂടി സ്ലോ ആക്കി വെക്കണം, ചെറിയ തീയിൽ വെക്കണം. ഇപ്പോൾ ഈ സമയത്ത് നമ്മൾക്ക് ആ തൈരും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി മാമ്പഴക്കറി, മാമ്പഴ പുളിശ്ശേരി തന്നെയാണ്, എന്ത് വേണമെങ്കിലും പറയാം. ഈ സ്റ്റൈലിലൊന്ന് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. ഇപ്പോൾ നമ്മൾക്ക് അതിൻ്റെ കറക്റ്റ് പരുവത്തിലാണ് കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ അല്പം കൂടി ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ. ഇനി ഞാൻ അതിലേക്ക് അല്പം ക്രഷ് ചെയ്ത കുരുമുളക് പൊടി, ഒരു 1/4 സ്പൂണ്. ഇതെല്ലാവരും അങ്ങനെ ചേർക്കാറില്ല, എന്തായാലും ഇതും കൂടി ഒന്ന് ചേർക്കുക. അതിന്ന് ഇടയിൽ കടിക്കാൻ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇത്രയും മാത്രം ആയാൽ മതി. അപ്പോൾ എന്തായാലും ഈ വിഷുവിന് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവരും ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മളെ വളരെ പെട്ടെന്നുള്ള മാമ്പഴക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ അതിൻ്റെ ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അതിലേക്കൊരു വറവാണ് വേണ്ടത്. അതിനായിട്ട് ഞാനൊരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.5 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. തീ ലോ ഫ്ലെയിമിലിട്ടിട്ട് എണ്ണ ചൂടാവുന്ന സമയത്ത് ഒരു 1/4 സ്പൂൺ കടുക് പൊട്ടുന്ന സമയത്ത് ഒരു 4 വറ്റൽ മുളക് അതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുക, പൊട്ടിച്ചത്. അതൊന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് കറിവേപ്പില കൂടി അതിലേക്ക് ചേർത്ത് ഒന്ന് ചൂടായതിന് ശേഷം ആ കറിയിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു ചൂടാറിയതിന് ശേഷം മാത്രം അത് ഉപയോഗിക്കുക. ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞിട്ട്. ഇപ്പോൾ ഞാനൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് തുറന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ഒരു ടേസ്റ്റ്, നല്ലൊരു മണമാണ് ഇപ്പോൾ നമ്മൾക്ക്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ വിഷുവിന് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്കത് ചോറിൻ്റെ കൂടെ ഈ മാമ്പഴക്കറിയും പിന്നെ കുറച്ച് കോവക്കയുടെ ഉപ്പേരിയാണ് ഉള്ളത്. അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മാമ്പഴം ഇതുപോലെ എടുത്തിട്ട് നമ്മൾക്ക് ചപ്പി വലിച്ചാൽ തോല അങ്ങോട്ട് കളയാം. വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.